എനിക്ക് ആദ്യത്തെ സാലറി കിട്ടിയപ്പോൾ ഞാൻ മാഷിന് വേണ്ടി വാങ്ങിച്ചതാ. എൻ്റെ വക മാഷിനൊരു ഓണക്കോടി. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അത്രമേൽ പ്രിയപ്പെട്ടവർക്ക് അത്രത്തോളം മികച്ചത് ഈ ഓണം സോൾട്ടിനൊപ്പം. ദ സോൾട്ട് ഫാഷൻ നിയർ ശ്രീനാരായണ ഹാൾ, ചുള്ളിക്കൽ, കൊച്ചി. ഹിജാബ് വിവാദം. സ്കൂളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പരിച്ഛേദം സൃഷ്ടിക്കുവാൻ ശ്രമിക്കുകയാണെന്ന് BJP നേതാവ് ഷോൺ ജോർജ്. ഹിജാബിന്റെ പേരിൽ ഒരു സംഘം സ്കൂളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പരിച്ഛേദം സംസ്ഥാനത്ത് നടപ്പാക്കുവാൻ ശ്രമിക്കുകയാണെന്ന് BJP നേതാവ് ഷോൺ ജോർജ് പറഞ്ഞു. വളരെ ഭീകരമായ ഒരു സാഹചര്യമാണ് ഇവിടെ കഴിഞ്ഞ 3-4 ദിവസങ്ങൾ മുമ്പ് ഉണ്ടാക്കിയത്. SDPയുടെ നേതൃത്വത്തിലാണ് ഇവിടെ നടന്ന ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ SDPയാണ് നേതൃത്വം കൊടുത്തത്. നമ്മളെല്ലാം അഭിമാനത്തോടുകൂടി പറഞ്ഞിരുന്ന നമ്മുടെ കേരളത്തിൻ്റെ മതേതര സ്വഭാവത്തിന് വലിയ കളങ്കമുണ്ടാക്കുന്ന ഒരു നിലപാട്. ഒരു കുട്ടി ഹിജാബ് ധരിക്കുന്നതിന് ഒരു തെറ്റില്ല, യാതൊരു തെറ്റില്ല. പക്ഷേ ഇവിടെ 117 കുട്ടികൾ ഇവിടെ മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഈ സ്കൂളിനൊരു ഡ്രസ് കോഡുണ്ട്, അത് പാലിക്കണമെന്ന് എല്ലാവർക്കുമുള്ള നിർബന്ധമാണ്. ആ നിർബന്ധത്തിന് അത് കോടതിയും സർക്കാരും എല്ലാം അംഗീകരിച്ചിട്ടുള്ളതാണ്. പ്രൈവറ്റ് സ്കൂളുകളിൽ അവരുടെ യൂണിഫോം ധരിക്കുന്നത്. ഇവിടെ വലിയ രീതിയിൽ SDPയുടെ ആളുകൾ വരികയും ഇവരെ ഭീഷണിപ്പെടുത്തുകയും വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തുകയും സിസ്റ്റർമാരും അതുപോലെ അധ്യാപകരും ഭയന്നാണ് യഥാർത്ഥത്തിൽ 2 ദിവസം ഈ സ്കൂൾ അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ഇത് കേരളത്തിൽ അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇത് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഒരു പരിച്ഛേദം കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. അത് ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല. ഈ രാജ്യം ഭരിക്കുന്ന പ്രസ്ഥാനം എന്ന നിലയിൽ അത് ഈ രാജ്യത്തെ ഏതോ മുക്കിലും മൂലയിലും ഇത്തരത്തിലുള്ള പ്രവണതകളെ എതിർക്കുക എന്നുള്ളത് BJPയുടെ കടമയാണ്. 2 ദിവസങ്ങളായി പള്ളുരുത്തി സെന്റ് പീറ്റേഴ്സ് സ്കൂളിലെ കന്യാസ്ത്രീകളും അധ്യാപകരും ഭീതിയിലാണെന്നും ഭീതി മൂലം 2 ദിവസം സ്കൂൾ അടക്കാൻ തീരുമാനിക്കേണ്ടി വന്നുവെന്നും സ്കൂൾ സന്ദർശിച്ച ഷോൺ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഞങ്ങളുടെ എല്ലാ പിന്തുണയും സഭയെയും ബഹുമാനപ്പെട്ട സിസ്റ്റർമാരെയും അറിയിച്ചിട്ടുണ്ട്. സ്കൂളിൻ്റെ സുഗമമായി മുമ്പോട്ട് പോകാനുള്ള എല്ലാ സഹായങ്ങളും, നിയമപരമായും രാഷ്ട്രീയപരമായുള്ള എല്ലാ സഹായങ്ങളും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്നും സ്കൂളിലുണ്ടാവും. അവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളും ഒരേപോലെ ഈ രാജ്യത്തിൻ്റെ മതേതര സ്വഭാവം സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയണം. ഇത്തരത്തിലുള്ള പ്രത്യേകിച്ചും കൊച്ചു കുട്ടികൾക്കിടയിൽ ഇത്തരത്തിലുള്ള വർഗീയ വിഷം കുത്തിവെക്കുന്ന നിലപാടിൽ നിന്നും SDP പിന്മാറണം എന്ന് വിനയപൂർവ്വം BJP ആവശ്യപ്പെടുകയാണ്. ഈ പ്രവണത അനുവദിച്ചു തരാൻ ഞങ്ങൾക്കാവില്ല. ഞങ്ങൾ തീർച്ചയായും സഭയോടൊപ്പവും അതോടൊപ്പം സ്കൂളിനൊപ്പം സിസ്റ്റർമാർക്കൊപ്പം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ കൊച്ചിയിൽ നിന്നുൾപ്പെടെയുള്ള ജനപ്രതികൾ ആരും തന്നെ ഈ വിഷയത്തിൽ ഇത് കേരളത്തിൽ വെച്ചുറപ്പിക്കാൻ കഴിയാത്ത അനീതിയാണ്. ഇത്രയും ഭീകരമായ സംഭവം നടന്നിട്ടും ഒരു ജനപ്രതിനിധി പോലും സ്കൂളിലേക്ക് തിരിഞ്ഞു നോക്കാത്തതും പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. വടക്കേന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഇവർ പ്രതികരിക്കുന്നുള്ളൂ എന്നതിന്റെ പൊരുളാണ് മനസ്സിലാകാത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.